ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്ളോഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. നല്ല തലവേദനയാണ്, ഗംഭീര തലവേദനയാണ്. ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ്. എന്താ പറയുക, രാവിലെയൊന്നും നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തലവേദന ഉണ്ടായിരുന്നില്ല. നല്ല പോലെ പണികളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, എല്ലാ പണികളും രാവിലെ തന്നെ ചെയ്ത് ഞാൻ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്ന് ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് എനിക്കൊരു തോന്നുന്നത് ഇന്നലെ 25-ാം തീയതി അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഏതോ നെറ്റ് കണ്ടപ്പോൾ നെറ്റിൽ ഇങ്ങനെ പറയണ കേട്ടു. എന്നിട്ട് തിരുപ്പതിയിലേക്ക് പോകുന്ന ടിക്കറ്റ് എടുക്കുന്നത് 25-ാം തീയതി സ്ലോട്ടുകൾ തുറക്കും. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് നമുക്ക് അമ്പലത്തിൽ കയറാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞാനെന്ത് ചെയ്തു, എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് TTD എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റൊക്കെ തുറന്ന് ഓപ്പൺ ആക്കിയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫുൾ റെഡും ഒക്കെ കണ്ടു കിട്ടാം. അയ്യോ, അപ്പം ഇതല്ലല്ലോ, അപ്പം ഇങ്ങനെ ഞെക്കാനൊന്നും പറ്റില്ല. അപ്പം ഇങ്ങനെ കണ്ടു, കോട്ട അവസാനിച്ചു എന്നൊക്കെ റെഡ് കണ്ട അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേഗം എങ്ങനെയെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം, തിരുപ്പതി പോകണം. കുറേ വർഷങ്ങളായി ചിന്തിക്കുന്നു തിരുപ്പതി പോകണം, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചേട്ടന് ലീവിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ ലീവ് എടുക്കാനും പറ്റില്ല, അപ്പം അധികം ദിവസം പറ്റില്ല. അപ്പോൾ നമുക്ക് വീക്കെൻഡിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തലവേദനയാണ്, എന്നിട്ടാണ് ഈ മുടി ഇറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മുടി ചെയ്യാണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ അതേപോലെയാണ് എൻ്റെ മുടി ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഈരി വെച്ചിട്ട് ഇരിക്കാൻ വെച്ചിട്ടാണ്, അതിനിടയിലാണ് ഇപ്പോൾ കഥ പറയാൻ. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പോൾ പോവാനായിട്ട് വീക്കെൻഡേ പറ്റുള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ ശനിയാഴ്ചക്ക് ബുക്ക് ചെയ്യാം, അപ്പോൾ അടുത്ത മാസം ജൂണിലേക്ക് ബുക്ക് ചെയ്യാം എന്നൊക്കെ എൻ്റെ മനസ്സിലങ്ങോട്ട് കാൽക്കുലേഷൻസ്, ഒറ്റ ബുദ്ധി. എന്നിട്ട് അങ്ങോട്ട് ഇന്ന് ബുക്ക് ചെയ്യാം. പിന്നെ അത് നോക്കിയപ്പോൾ പിന്നെ അത് ഞാൻ ഓഫാക്കിയിട്ട് പിന്നെ ഞാനങ്ങ് എന്ത് ചെയ്തു, വീണ്ടും നോക്കിയപ്പോൾ ഫുള്ള് പച്ച, ജൂണിലൊക്കെ പച്ച കിടക്കണു. അപ്പോൾ ജൂണിൽ പച്ച, അപ്പോൾ പച്ചപ്പോൾ നിൽക്കിയപ്പോൾ ക്ലിക്കായി. അപ്പം നമ്മൾ 13-ാം തീയതിക്ക് ടിങ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. 13-ാം തീയതി ടിക്കറ്റ് കിട്ടി. അപ്പം എല്ലാം കഴിഞ്ഞു. എന്താ പറയുക, എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കുമോ, ആധാർ കാർഡിൻ്റെ നമ്പർ എല്ലാം, ഗൂഗിൾ പേ, അങ്ങനെ അതിൽ 200, അവിടെ 200 രൂപ, 300 രൂപയുടെ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 200 രൂപയാണല്ലോ കാണണം എന്നൊക്കെ വിചാരിച്ചു. അതെടുത്ത് വെച്ച് നോക്കി. അപ്പം അതെടുത്ത് വെച്ച് നോക്കപ്പോഴും 200 രൂപയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പം 2 പേർക്കും കൂടി 400 രൂപ അതൊക്കെ എടുത്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അങ്ങനെ ടിക്കറ്റ് എടുത്തു, അതിൻ്റെ ഇനി പ്രിൻറ്റും കൂടി എടുക്കാമല്ലോ. അപ്പം അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കൽ ഇത്രയേ ഉള്ളൂ, നിസ്സാരം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. നിസ്സാരം ഒക്കെ വിചാരിച്ചിട്ട് എൻ്റെ ഇതിൽ ഭയങ്കര പത്രാസിലൊക്കെ, ചേട്ടാ ഞാൻ ടിക്കറ്റ് കൊടുത്തു ചേട്ടാ, തിരുപ്പതിയിലേക്കുള്ള ടിക്കറ്റോ, ഞാൻ ശനിയാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുക്കട്ടെ, ടിക്കറ്റ് എടുക്കാണ്. എടുത്തു, നീ ശനിയാഴ്ചക്ക് ടിക്കറ്റ് എടുത്തോട്ടാ, വേഗം എടുത്തോ, ശരി കിട്ടിയാ, അപ്പം ചേട്ടൻ പറഞ്ഞു. അപ്പം ചേട്ടൻ പാവം, അതാണെങ്കിൽ ദിവസവും വെങ്കടാചല സുപ്രഭാതൊക്കെ കേൾക്കുന്ന ഒരു വലിയൊരു ഭക്തനാണ്, നിങ്ങൾക്കറിയാലോ ആള്. അപ്പൊ ഞാൻ അതിലേറെ എത്തില്ലേ. അപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതെ ചേട്ടാ, ഇനി നമുക്കെന്ത് ചെയ്യാല്ലേ, നമുക്ക് ടിക്കറ്റ് ബുക്ക് പോവാനുള്ള ടിക്കറ്റ് ബുക്ക്. അപ്പോൾ അമ്പലത്തേക്ക് കയറാനുള്ള ടിക്കറ്റായി, അപ്പോൾ പോവാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചു. റെഡി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് നോക്കിയപ്പോൾ ഞാൻ IRCTC എടുത്തങ്ങ് ചെയ്യന്നെ ചെയ്യാം. അപ്പോൾ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റില്ല, എനിക്ക് കിട്ടുന്നില്ല, വെയിറ്റിംഗ് ലിസ്റ്റാണ്, കിട്ടുന്നില്ല, ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ സ്ലീപ്പർ ക്ലാസ് ഉണ്ട്, തിരിച്ചു വരാൻ ഞായറാഴ്ച തിരിക്കും വേണം ഞങ്ങൾക്ക്. അല്ല സെറ്റായാലോ, അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് തിരിച്ചു വരും വേണം. അപ്പോൾ തിരിച്ചു വരാൻ സ്ലീപ്പർ ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ആണ്.
എന്തെങ്കിലും വേണ്ടില്ല, സെക്കൻഡ് ക്ലാസ് അങ്ങനെ സെക്കൻഡ് ക്ലാസ് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യാൻ ഒരു താല്പര്യമില്ല, എന്നാലും വേണ്ടില്ല, ഇങ്ങോട്ട് വീട്ടിലേക്കല്ലേ വരുന്നത്. അപ്പോൾ അവിടുന്ന് 2:05 ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതെടുത്ത് ബുക്ക് ചെയ്യില്ല. അപ്പോൾ വിളിച്ചു. അപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻസിയിൽ വിളിച്ചു. ഞാൻ നോക്കുമ്പോഴൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലേ കാണുന്നത്. അപ്പോൾ ട്രാവൽ ഏജൻസിയിൽ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളങ്ങ് ബുക്ക് ചെയ്തോ. ശരി, പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അവര് ബുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ ഒരു വെളിപാട് അങ്ങോട്ട് കിട്ടി. വെറുതെ ഒന്ന് നോക്കുമ്പോ ശ്രീപത്ത് എന്ന് നോക്കി. ശ്രീപത്ത് ശ്രീപത്തോ ഇത് അമ്പലം നോക്കാം. അമ്മാരവി എന്തോ ഒരു ഭഗവതിയുടെ അമ്പലമാണ് അവിടെ. ഞാൻ ടിക്കറ്റ് എടുത്തത് വേറെ ഏതോ അമ്പലത്തിലേക്കായിരുന്നു. അയ്യോ, ഇടി വെട്ടിയിട്ടിരിക്കില്ലേ നമ്മള്. ട്രെയിൻ ടിക്കറ്റ് എടുത്തു, വെയിറ്റിംഗ് ലിസ്റ്റ് ആയി. കാരണം 2 ദിവസം മുമ്പ് പോവാനുള്ളത് എടുക്കണ്ടു, വരാനുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. ഇനി പോവാനുള്ള ഡ്രസ്സിന്റെ കണക്ക് വരെ എടുത്തിരിക്കുന്ന ഞാൻ ഇതങ്ങോട്ട് കണ്ടപ്പോ ചേട്ടാ പണി പാളിയെന്നാ തോന്നണം നമുക്ക്. എന്താ ചേട്ടൻ ഒന്ന് വായിച്ചു. അപ്പൊ ചേട്ടനൊക്കെ അയച്ചു കൊടുത്തു, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയക്കല് ഗംഭീര. ഇനി പറയാൻ ആരും ഇല്ല. ബാക്കി എല്ലാരും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ തിരുപ്പതി പോവാന്ന് എല്ലാരും വിളിച്ചൊക്കെ പറഞ്ഞു. എല്ലാം സെറ്റൊക്കെ ഇരിക്കുക. ചേട്ടൻ നോക്കിയിട്ട് ഒരു പണി പാളിയുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് ചോദിച്ചു. ഞാൻ അടുത്ത ടിക്കറ്റ് വേറെ ഏതോ ഒരു അമ്പലത്തിലേക്കാന്ന് പറഞ്ഞു. നോക്കിയപ്പോ വേറെ ഏതോ ഒരു അമ്പലത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ കാട്ടി കൂട്ടിയത്. അയ്യോ, അങ്ങനെ ഇന്നലെ ഒറ്റ ഇരിപ്പിൽ 800 രൂപ അങ്ങ് പോയി കിട്ടി. കാരണം ഇവരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ ഒരു സർവീസ് ചാർജ് എടുക്കും. പിന്നെ ഈ കൊടുത്ത 400 രൂപ തിരിച്ചും കിട്ടില്ല. അങ്ങനെ 800 രൂപയില്ല, 600 രൂപ. മൊത്തത്തിൽ ഒരു 600 രൂപ അങ്ങ് പോയി കിട്ടി. ഇരുന്ന് വെറുതെ ചോറുണ്ട് കിടന്ന് ഇരിക്കുമ്പോ ഒരു വിളി കിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിളി കിട്ടി ഞാനങ്ങ് പോയതാ. പിന്നെ എടുക്കണ ഒരു കരഞ്ഞിട്ടെ ഒരു തലവേദന എൻ്റെ പൊന്നോ. എനിക്ക് ഇവിടെ അങ്ങോട്ട് തലവേദനിച്ച് ആകെ അങ്ങ് ഭയങ്കര തലവേദന. എനിക്ക് പറ്റണില്ല ചേട്ടാ. അതുകൊണ്ട് ചേട്ടൻ എന്നിട്ട് തലവേദന മാറിയപ്പോൾ തണ്ടല് വേദന. അപ്പൊ ചേട്ടനാണെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആൾക്കത് അങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുക്കാത്തിരി മടിയാ. അപ്പൊ എന്നാലും എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞൊക്കെ ഇങ്ങനെ എനിക്കാണെങ്കിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ തലവേദന എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണ് എൻ്റെ അച്ഛനൊക്കെ അമ്മയിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നിക്കണം. ഇങ്ങനെ നമ്മുടെ കയ്യുമ്മയോ എന്തെങ്കിലും തലേനൊക്കെ സ്നേഹത്തിൽ ഒഴിയുമ്പോൾ അതിനൊരു കുറവ് വരും. അത് എന്റെ കെട്ടിയവനത് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യം. അത് മാറില്ല. ഞാൻ ആ സ്ട്രെസ്സും കൂടി അത് പറയുമ്പോൾ ആള് പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സും കൂടി ആകുമ്പോൾ എനിക്ക് തലവേദന കൂടും. എന്നിട്ട് എങ്ങനെ ഒഴിഞ്ഞു തന്നു. ആ ഒഴിഞ്ഞു തന്ന ക്ഷീണത്തിൽ അങ്ങ് കിടന്ന് അങ്ങ് ഉറങ്ങണമെന്ന് വിചാരിക്കായിരുന്നു. എൻ്റെ പൊന്നേ, മൂത്രമൊഴിക്കാൻ എണിക്കല്, ഉറക്കാൻ കണ്ട ഈ ഒരു സ്ട്രെസ് കയറല്ലേ. നമ്മൾ ആഗ്രഹിച്ച സംഭവം നടക്കാണ്ട് അങ്ങനെ ഒരു വ്ളോഗായിട്ട് എടുത്തതൊന്നല്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ട് എടുത്തത്. അങ്ങനെ തിരുപ്പതി പോക്ക്, അങ്ങനെ തിരുപ്പതിയിലേക്കുള്ളൊരു യാത്ര സ്വപ്നം കണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനത്തെ അവിടെ അമ്പലത്തിലേക്ക് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. എനിക്ക് അവിടെ ടിക്കറ്റ് എടുത്ത് കയറണ്ടേ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും. ലണ്ടൻ എത്തുന്നവരും തിരക്കാന്നൊക്കെ പറയണ കേൾക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ തിരുപ്പതിക്കാരി അങ്ങോട്ട് ദൈവം ഇപ്പം വിളിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അങ്ങോട്ട് ഭഗവാനെ കാണാനായിട്ട്. ഇപ്പൊ ശ്രീകുട്ടിയുടെ ചാനൽ കണ്ടിട്ട് എപ്പോഴും എനിക്ക് തിരുപ്പതി പോകണമെന്നാണ്. തിരുപ്പതി അവിടെ കുട്ടി എല്ലാ കൊല്ലമൊക്കെ എനിക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാണ് പോകേണ്ടത്, എന്താ ചെയ്യണം എന്നൊക്കെ എനിക്കൊന്ന് അറിയണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഇതൊക്കെ എന്നെ ആരും കോണ്ടാക്ട് ചെയ്യുന്നില്ലല്ലോ. എനിക്ക് ആരും മെസ്സേജ് അയക്കാൻ അങ്ങനെ. ഞാൻ ഒരിക്കൽ അയച്ചിട്ടുണ്ടായിരുന്നു, എന്നെ കാശ്മീരിലൊക്കെ പോയി യാത്രയൊക്കെ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് അറിയായിരുന്നുണ്ട്. എനിക്കൊരു ടിക്കറ്റ് എടുത്ത് കിട്ടണം, എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, തിരുപ്പതി പോകണമെന്നുണ്ട്. എനിക്ക് എവിടെയും പോവാണ്ട് ഇത്രയും വർഷം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു അമ്പലങ്ങളും കാണാതെ പോവാണ്ടൊക്കെ എനിക്ക് പോകണം. എനിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ളത്. എല്ലാ മാസവും 25-ാം തീയതി ഓപ്പൺ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ തിരുപ്പതിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയതെന്ന് പറഞ്ഞല്ലോ. നമ്മളത് 25-ാം തീയതി എല്ലാ മാസം 25-ാം തീയതിക്ക് ഓപ്പണിംഗ് ആവുമെന്ന് പറയുമ്പോൾ എത്ര മണിക്ക് ഓപ്പണിംഗ് ആവാന്ന് നമുക്കറിയില്ല. അപ്പം നമ്മള് ഏകദേശം ഒരു 12 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഞാൻ നോക്കിയത് അപ്പോഴേക്കും എല്ലാ ടിക്കറ്റ്സും ഇതായിട്ട് 3 മാസത്തേക്കുള്ളത് അവര് അപ്പോൾ അതുവരെ ഉള്ളത് ബുക്കിംഗ് ആയിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴാ എത്ര മണിക്ക് ബുക്ക് ചെയ്യേണ്ടത് എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ ഇത് കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് പോയത്. അപ്പൊ അത് നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതും ഒരു വിഷമാക്കിയ ഒരു സംഭവമാണല്ലോ നമ്മള് ചെയ്തിട്ട്. അപ്പോൾ ഇനി 25-ാം തീയതി കറക്റ്റ് 25-ാം തീയതി ബുക്ക് ചെയ്ത് രാത്രി 12 മണിക്ക്, അതായത് പുലർച്ചെ 12 മണിക്കാണ് ബുക്ക് ചെയ്തിരിക്കണമെങ്കിൽ ചിലപ്പോൾ കിട്ടിയിരിക്കുന്നു. നമുക്ക് ഇനി അതും കൂടി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാലോ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതും കൂടി ഒരു കാര്യം കൂടി പറയണല്ലോ നിങ്ങളോട്. അല്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ലല്ലോ, നമ്മൾ വീഡിയോ എടുത്തല്ലോ. അപ്പോൾ എല്ലാ മാസം 25-ാം തീയതി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുലർച്ചെ 12 മണിക്കോ ഉച്ചയ്ക്ക് 12 മണിക്കോ ആയിരിക്കില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടാം. ഇനി അടുത്ത മാസമൊക്കെ നമുക്ക് ഇടാലോ. കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ കാര്യമല്ലേ. എത്രയോ ആൾക്കാരുണ്ടാവും ഇങ്ങനെ പോകാനായിട്ട്. അപ്പം അങ്ങനെ തിരുപ്പതിയിലേക്ക് പോകാനൊന്നും പറ്റിയില്ല. തലവേദന എടുക്കുക, ഇപ്പോഴും തലവേദനയൊന്നും മാറിയിട്ടില്ല. എനിക്ക് ഫുള്ള് തലവേദന വിഷമിച്ചിട്ട് കൂടുതൽ എനിക്ക്. അപ്പം അങ്ങനെ തിരുപ്പതി യാത്ര ക്യാൻസൽ. ഞാൻ എന്നൊക്കെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് വിളിക്കണ്ടേ എങ്ങനെയൊക്കെ പോവാം. ഇത്രേ ഉള്ളൂ. ഒരു വ്ളോഗായിട്ട് എടുത്തതൊന്നുമല്ല. കൂടുതൽ സമയമായി, കുറച്ച് സമയമായി തന്നെ എൻ്റെ വീഡിയോസൊന്നും തന്നെ ആരും കാണുന്നില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും പറയണ്ടേ, എനിക്ക് പറയണ്ടേ. എൻ്റെ സങ്കടം ആരോട് പറയും ഞാൻ? അല്ല, നിങ്ങൾ കേൾക്കണുണ്ടോ ഇല്ല എന്നുള്ളതല്ല, എനിക്ക് പറയാനൊക്കെ ആയിട്ട് ഒരു ചാനലുള്ളതാണല്ലോ എൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പൊ ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അജിന്തി പ്രിൻസ് ഫാമിലി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.